ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കാത്തിരുന്ന 3 കൺമണികൾ ഒരു മാസമായിട്ടുള്ള എത്തിയിട്ട്. അപ്പോൾ അവർക്ക് കൂട്ടായിട്ട് പുതിയൊരു കുഞ്ഞനാടും കൂടി വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ 2 പേര് വീട്ടിൽ ഒരുമിച്ച് കയറി വന്നവരാണ്. അതിലൊന്ന് ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവൾ പ്രസവിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഈ ഒരു ആട് പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിക്ക് ഒരുപാട് സന്തോഷമാണ് വരുന്നത്. പിന്നെ ഞാൻ ഇവറ്റകളെ സ്നേഹിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള കുട്ടികൾക്കും ഇവറ്റകളുടെ ഒരുപാട് സ്നേഹമാണ്. ഈ 2 ആടുകൾ തൊട്ട് അയൽവീട്ടത്തെ ആടുകളായിരുന്നു. അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരതിനെ വിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇവരെ 2 പേരെയും വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ടുവന്നപ്പോൾ കുട്ടികളായിരുന്നു, ഇപ്പോൾ വലിയ ആടുകളായി. അപ്പോൾ ഇതിലൊന്നിനെ അവർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ല, അത് കുട്ടിയായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയായി കഴിഞ്ഞാൽ ഈ ഒരാളെ അവർ തിരിച്ച് കൊണ്ടുപോകും. ക്യാഷിനാണെങ്കിലും കൂടിയിട്ട് എനിക്ക് അവരെ കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഞാൻ ഈ കുട്ടികളെ പോലെ തന്നെ അവറ്റകളെ സ്നേഹിച്ചു പോയി. അപ്പോൾ ഞാൻ സ്നേഹിക്കുമ്പോൾ തന്നെയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ്. രാവിലെ ആയി കഴിഞ്ഞാൽ അവർ കുറേ നേരം ഇവറ്റകളുടെ കൂടെയാണ് കളി. ഇത് അനിയൻ്റെ മകൾ അല്ലു സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തോട് ടാറ്റയും കാട്ടി പോകാൻ നിൽക്കുകയാണ്. ഇവർ പിന്നെ പതിയെ പോലെ പറമ്പിൽ ഇവരെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഈ 3-4 ആൾ അവിടെ എത്തും. അപ്പോൾ ഇന്നും പതിയെ പോലെ വന്നാണ്. അപ്പോൾ ഇന്നത്തെ കളി ശങ്കരൻ്റെ കൂടെയാണ്. ഞാൻ വളർത്തുന്ന ഇവർക്കൊക്കെ ഞാൻ ഓരോരോ പേര് ഇട്ടിട്ടുണ്ട്: മണിക്കുട്ടി, ശങ്കരൻ, അമ്മിണി. ഇനിയും ഓരോരുത്തർക്കായിട്ട് പേര് കണ്ടെത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവറ്റകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞ് നോക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.